വലിയ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ മാമോദീസ ആഘോഷമാക്കി ആലപ്പുഴ രൂപത. ആലപ്പുഴ കാട്ടൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് രൂപതാധ്യക്ഷൻ അഭിമന്യ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വചന സന്ദേശത്തിൽ ജീവന്റെ മൂല്യത്തെക്കുറിച്ചും വലിയ കുടുംബങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞ അഭിമന്യ പിതാവ് ഈ മക്കൾ വളരെ ഭാഗ്യം ചെയ്തവരാണെന്നും കാരണം 3, 4, 5 സഹോദരങ്ങളുടെ സ്നേഹം അനുഭവിച്ചു വളരാൻ ഭാഗ്യം ലഭിച്ചവരാണെന്നും അഭിമന്യ പിതാവ് പറഞ്ഞു. മാമോദിസ എന്ന കൂദാശയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അഭിമന്യ പിതാവ് കൂട്ടിച്ചേർത്തു. സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഒരാളെ പ്രവേശിക്കുന്നത് ജ്ഞാനസ്നാനത്തിലൂടെ. ജ്ഞാനസ്നാനം ഒരു പ്രവേശന കവാടമാണ്. ഇവിടെ കുട്ടികൾ, മതാധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളുമായി സന്നിഹിതരായിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാം, ജ്ഞാനസ്നാനം ഇല്ലെങ്കിൽ നമുക്ക് ഈ സഭയിൽ ഇടവകയിൽ പങ്കാളിത്തമില്ല. ജ്ഞാനസ്നാനമില്ലെങ്കിൽ നമുക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. ജ്ഞാനസ്നാനമില്ലെങ്കിൽ നമുക്ക് ഉപസാരം സ്വീകരിക്കാൻ പറ്റില്ല. എല്ലാ കൂദാശകളുടെയും അടിസ്ഥാന കൂദാശ ജ്ഞാനസ്നാനം എന്നുള്ള വാതിലൂടെ നമ്മൾ പ്രവേശിക്കും. ഈ കുഞ്ഞുങ്ങളുടെ മഹാഭാഗ്യമെന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച സഹോദരി സഹോദരന്മാരുണ്ട്. അവർക്ക് 3, 4, 5 സഹോദരന്മാരെ കർത്താവ് നൽകിയെന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമല്ലോ, ഞാനിന്ന് ഈ ജ്ഞാനസ്നാന തിരുക്രമം നിർവഹിക്കുവാനായിട്ട് ഇവിടെ ആഗതനാവുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളും കർത്താവ് നൽകിയ കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും നിരവധി പ്രശ്നങ്ങളുടെ മധ്യത്തിലും ഇങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തുക. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം ദൈവം അവർക്ക് സഹോദരന്മാർ, ചേട്ടനെന്ന് വിളിക്കാൻ, ചേച്ചിയെന്ന് വിളിക്കാനൊക്കെ കുഞ്ഞുങ്ങളെ നൽകിയത്. അതിനെ സ്വീകരിച്ച മാതാപിതാക്കൾ. ബിനോജ് എലിസബത്ത് ദമ്പതികളുടെ 4ാമത്തെ കുഞ്ഞ്, യേശുദാസ് സഞ്ജു ദമ്പതികളുടെ 6ാമത്തെ കുഞ്ഞ്, ബോബസ് ഡാർത്തി ദമ്പതികളുടെ 4ാമത്തെയും 5ാമത്തെയും കുഞ്ഞുങ്ങൾ, സുജിമോൻ ആൻസി ദമ്പതികളുടെ 5ാമത്തെ കുഞ്ഞും, കുര്യാക്കോസ് നിമ്മി ദമ്പതികളുടെ 5ാമത്തെ കുഞ്ഞിനുമാണ് മാമോദിസ നൽകപ്പെട്ടത്. സൺഡേ സ്കൂൾ കുർബാനയോടനുബന്ധിച്ച് നടന്ന തിരുക്കർമ്മങ്ങൾ കുട്ടികളെയും മാതാപിതാക്കളെയും ജീവന്റെ മൂല്യത്തിൽ വളരാൻ സഹായിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം 6 മക്കൾക്ക് മാമോദിസ നൽകിയ തന്റെ സന്തോഷത്തെക്കുറിച്ച് അഭിമന്യ ജെയിംസ് പിതാവ് ഷെക്കേനാനൂസിനോട് പങ്കുവച്ചു. ഈ ഞായറാഴ്ച കർത്താവിൻ്റെ സുദിനം വളരെ സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ ദൈവത്തിന് കൃതജ്ഞതയുടെ ദിനമായി സവിശേഷമായി ഈ ഇടവക ദേവാലയത്തിന് മാറിയിരിക്കുകയാണ്. ആലപ്പുഴ രൂപതയിലെ അതുപോലെ തന്നെ തങ്കിപ്പള്ളി എന്ന കൊച്ചി രൂപതയിൽ നിന്നുമുള്ള 6 കുട്ടികൾ ഇന്നിവിടെ കുർബാന മധ്യേ അവരെ ജ്ഞാനസ്നാന തിരുക്കർമ്മവും നൽകിയവരെ ദൈവമക്കളായിട്ട് സഭയിൽ ജനിക്കുന്ന വലിയ സന്തോഷത്തിലാണ്. ഇതിനായിട്ട് എല്ലാ ഒരുക്കം ചെയ്ത ഇടവികാരിയെയും അതുപോലെ തന്നെ ഈ ഇടവക സമൂഹത്തെയും ചെറിയ വഴിയിലുള്ള ക്രിസ്തുരാജ ദേവാലയത്തിലെ വികാരി അച്ഛൻ പ്രമോദ് അച്ഛനെയും മതാധ്യാപകർ അതുപോലെ തന്നെ ഇടവക ഭാരവാഹികൾക്കൊക്കെ ഞാൻ പ്രത്യേകം നന്ദിയും സന്തോഷം പറയുകയാണ്. ക്രിസ്തുവിൽ ജനിക്കുക എന്നുള്ള വലിയ സന്തോഷം, അതാണല്ലോ നമുക്ക് കർത്താവ് തൻ്റെ ജീവിതത്തിലുള്ള പങ്കാളിത്തമായി നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിനോടൊപ്പം ദൈവമക്കളാകുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ഈ കുടുംബങ്ങളെല്ലാം ഇങ്ങനെ ഒരു പ്രത്യേകമായി ഇന്ന് ഈ ഇടവയിൽ വെച്ച് അവർക്ക് ജ്ഞാനസ്നാനം നൽകുവാനുള്ള സാഹചര്യം അവരുടെ കുടുംബങ്ങളെല്ലാം തന്നെ ദൈവം നൽകിയ മക്കളെ സ്വീകരിച്ച 4, 5, 6 കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളാണ്. അവരേറ്റെടുക്കുന്ന വലിയ ദൗത്യത്തിനും അതുപോലെ തന്നെ ദൈവ വിധേയത്തിന് അവർ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചതിനൊക്കെ പ്രത്യേകം അവരോട് നന്ദിയും സന്തോഷവും പറയുന്നു. ഈ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുവാൻ ഉള്ള ഒരു പ്രചോദനവും ബലപ്പെടുത്തലിനും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ജ്ഞാനസ്നാന പരികർമ്മത്തിന് ഞാൻ നേരിട്ട് സന്നിഹിതനാവുന്നതും. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന ഈ നവജന്മത്തെ അതിൻ്റെ നിഷ്കളങ്കതയോടും അതിൻ്റെ അനുഗ്രഹത്തിലും പ്രസാദത്തിലും കാത്തുസൂക്ഷിക്കുവാനായിട്ടും ഇടയാകട്ടെ. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127-ാം അധ്യായം 3-ാം വാക്യം. ഈ തിരുവചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് ദൈവം നൽകിയ മക്കളെ സന്തോഷത്തോടെ സ്വീകരിച്ച ഈ ദമ്പതികളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവരെപ്പോലെ ദൈവഹിതത്തോട് ആമേൻ പറയുന്ന ധാരാളം ജീവനോട് തുറവിയുള്ള കുടുംബങ്ങൾ തിരുസഭയിൽ ഉണ്ടാകട്ടെ. ഷെക്കേനാനൂസ്, ആലപ്പുഴ.